ഒരു പാർട്ടിയോ ഒരു നേതാവോ തുടർച്ചയായി ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ജനാധിപത്യത്തിന്റെ ഭാവിക്ക് ഗുണമാണോ ദോഷമാണോ? ദോഷമാണ്, തീർത്തും ദോഷമാണ്. അത് ഏതൊക്കെ വിധത്തിലായിരിക്കും ദോഷകരമായി ബാധിക്കുന്നത്? അത് ഏകാധിപത്യം വർദ്ധിക്കാൻ, ശക്തമാകാനും ജനാധിപത്യം തീരെ ഇല്ലാതെയാകാനും ഇടവരുന്ന രീതിയിലേക്ക് തന്നെ അത് പോകും. ഇപ്പൊ കേന്ദ്രത്തിലും നമ്മുടെ കേരളത്തിലും സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ അത് തന്നെയാണ്. കേരളത്തിലും കേന്ദ്രത്തിലും സമാനമായ ഭരണത്തിന് സമാനമായ ചില സ്വഭാവങ്ങളുണ്ട്. അത് ഈ അധികാരവും ആയിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഏത് അധികാരവും ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയേണ്ടി വരും. അപ്പം ആ ഒരു സംഗതി ഈ കേന്ദ്ര ഭരണത്തിലും സംസ്ഥാന ഭരണത്തിലും അതിൻ്റെ അതിൻ്റെ ഒരു പ്രായോഗിക രൂപം ഈ രണ്ടിലും തെളിഞ്ഞു കാണുന്നുണ്ട്, രണ്ട് ഭരണത്തിലും. ജനങ്ങളെ ബാധിക്കുന്ന ഈ പൊതുവിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനാണോ ഈ മൃഗങ്ങളുടെ പേരിന്റെ കാര്യം, അതുപോലെ തന്നെ ഇപ്പൊ സുൽത്താൻ ബത്തേരിയുടെ ഈ സ്ഥലങ്ങളുടെ പേര് സ്ഥലനാമം മാറ്റണമെന്നൊക്കെയുള്ള ആശയം മറ്റു ജനകീയ വിഷയങ്ങളെ കുറിച്ചൊന്നും പ്രതിപാദിക്കാതെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒന്ന് ശ്രദ്ധ തിരിക്കലെന്ന് ഈ ഇപ്പോഴത്തെ നിലവിലുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കലെന്നുള്ള ഒരു പ്രയോഗത്തിൻ്റെ നടക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രത്യയശാസ്ത്രമായിട്ടുള്ള ബേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ അവർ ഉയർത്തുന്നത്. അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ട് വളരെ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതിലവർ ഉയർത്തുന്നത്, അവരുദ്ദേശിക്കുന്നത്. പാർലമെന്റിന്റെ നിർമ്മാണത്തിന്റെ ആ രൂപമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇന്ത്യൻ ജനതയ്ക്ക് വോട്ട് ചെയ്യുക എന്ന ആ ഒരു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രക്രിയ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജനാധിപത്യത്തിൽ വലിയ പങ്കില്ലാത്തൊരവസ്ഥ നിലവിലുള്ളത്. അങ്ങനെ തീരെ പങ്കില്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങളിൽ ഒരു 50% പാലിച്ചിരിക്കണമെന്നൊരു നിയമം ഉണ്ടാകുകയാണെങ്കിൽ അപ്പൊ അതൊരു ഒരു 3 വർഷത്തിനുള്ളിൽ ഈ 50% പറഞ്ഞ വാഗ്ദാനങ്ങൾ ഈ ജനപ്രതിനിധികൾ പാലിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അവരെ അയോഗ്യരാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇവരിങ്ങനെ വാഗ്ദാനം നൽകുന്നു, ജനങ്ങളെ വഞ്ചിക്കുന്നു, പിന്നെ ജനങ്ങൾ 5 വർഷം വരെ കാത്തിരിക്കുന്നു. അതാണ് ഇപ്പൊ നിലവിലുള്ളൊരവസ്ഥ. ആ ഒരു അവസ്ഥ ശരിക്കും ഒരു ശരിയായ ഈ ഭരണഘടനാപരമായിട്ടുള്ള ഒരച്ചടക്കം ഈ കാര്യത്തിൻ്റെ മേൽ കൊണ്ടുവരാൻ ഇപ്പൊ കഴിയുന്നില്ല. ഭരണഘടനയായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ബന്ധവും വരുന്നില്ല. അപ്പൊ ഭരണഘടനയായിട്ട് ഇതിനെ ഈ രീതിയിലുള്ള ദോഷം ഒഴിവാക്കാനായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുപോയാൽ നന്നായിരിക്കും. അതായത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കും വിടാം, പക്ഷെ അവരെ തിരികെ വിളിക്കാനുള്ള അധികാരമൊന്നും ഇല്ല. ജനാധിപത്യം കുറവാണ് ഈ ഭരണത്തില്. ജനാധിപത്യം എന്ന് പറയുന്ന ഭരണത്തിൽ പോലും ജനാധിപത്യം കുറവാണ്. പിന്നെ അതുപോലെ ഈ മൈനസ് വോട്ട് വേണം എന്നുള്ളൊരു ചില അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ PSC പരീക്ഷയിലേക്ക് അത്തരത്തിലുള്ള ഇപ്പൊ നമ്മളുടെ ഇന്ത്യയിലെ വോട്ടിംഗ് സമ്പ്രദായം അനുസരിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇവരാരും അല്ലെങ്കിൽ നമ്മൾ നോട്ട ബട്ടണിനമർത്തി നമുക്ക് പ്രതിഷേധം പ്രകടിപ്പിക്കാം. ഒരു സ്ഥാനാർത്ഥിക്ക് എതിരായിട്ട് അയാൾ ജയിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭരണവ്യവസ്ഥയ്ക്ക് തകരാറാണെങ്കിൽ അയാളെ തോപ്പിക്കാൻ വേണ്ടി മൈനസ് വോട്ട് ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് ഇവരുടെ മേൽ ഈ ഒരു ഇവരെ നിയന്ത്രിക്കാനുള്ള ഒരധികാരം ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല ഇവിടെ. അതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ജനങ്ങളോട് യാതൊരു ബാധ്യതയും പാലിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തോന്നല് ഈ ജനപ്രതിനിധികൾക്കുണ്ട്.
പിന്നെ വേറൊരു വലിയൊരു ദോഷം എന്ന് പറഞ്ഞാൽ ഈ പ്രതിനിധിയെ നിർദ്ദേശിക്കുന്ന ജനങ്ങളല്ല. ആ. അത് വലിയൊരു ജനാധിപത്യത്തിന് കേടുവരുത്തുന്ന ഒരു അടിസ്ഥാന പോയിന്റാണ്. പാർട്ടികളാണ് തീരുമാനിക്കുന്നത്, പിന്നെ ജനപ്രതിനിധിയെ പ്രപ്പോസ് ചെയ്യണത്, ജനങ്ങളല്ല. അപ്പം പാർട്ടി പ്രപ്പോസ് ചെയ്യണതിനെ സപ്പോർട്ട് ചെയ്യുകയോ ഒപ്പോസ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവർക്ക് അവകാശമുള്ളൂ. അപ്പോൾ അവിടെയും ജനാധിപത്യത്തിൻ്റെ, ശരിയായ ജനാധിപത്യത്തിൻ്റെ ഈ അതിന് കേടുപാട് പറ്റുന്ന സംവിധാനങ്ങളാണ് അവിടെയൊക്കെ. സമഗ്രമായ ഒരു ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് മുതൽ മുടക്കില്ലാത്ത ഒരു വൻ വ്യവസായമായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം. MLA MP ആയി ഒരാൾക്ക് ഇപ്പൊ എത്ര തവണ വേണമെങ്കിലും മത്സരിക്കാവുന്ന ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. അപ്പൊ അത് അഴിമതിക്ക് കൂടുതൽ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കൊരു MLA ആയി 3 വർഷം മത്സരിച്ച് MLA ആകാം. വീണ്ടും MP ആണെങ്കിൽ MPക്കും അതുപോലെ ഒരു 3 വർഷം ഇവർക്ക് അവസരം കൊടുക്കാവുള്ളൂ. ഇവരുടെ ഏതെങ്കിലും ഒരാൾക്ക് അമിതമായിട്ട് അധികാരം അമിതമായിട്ടും അധികകാലവും കൈവശം വെച്ചാനിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിന് അതിനൊരു നിയന്ത്രണം ഉണ്ടാകുന്നത് നല്ലതാണ്. അത് മാത്രമല്ല, ഇതൊരു മറ്റുള്ളവർക്കും ഇതില് സ്ഥാനാർത്ഥിയാകാൻ പാർട്ടികളിൽ അവസര നിയന്ത്രണം, അല്ലെങ്കിൽ അവസര വിതരണം പരമാവധി നടത്താൻ ഇങ്ങനെയാണെങ്കിൽ അത് സഹായകമായിരിക്കും. കേരളം നമ്പർ 1 ആണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. വിദ്യാഭ്യാസത്തിലും ഏകദേശം ആരോഗ്യ മേഖലയിലൊക്കെ ഏറെക്കുറെ പറയുന്നത് ശരി തന്നെയാണ്. ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതെ, ഇപ്പോ UNOയുടെ ഒരു അടുത്ത കാലത്തെ ഒരു വിലയിരുത്തൽ പ്രകാരം സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് ഒരു 300 വർഷങ്ങളെങ്കിലും ഇനിയും പിന്നിടുമ്പോഴേ അതിന് ഒരു മര്യാദയ്ക്കുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാകുള്ളെന്നാണ്. അപ്പം അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര ഈ പുരുഷാധിപത്യപരമായിട്ടുള്ള ഈ ലോക സമൂഹത്തിൻ്റെ പുരുഷാധിപത്യപരതയുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. എന്ന് പറയുമ്പോൾ സമത്വാധിഷ്ഠിത ആശയത്തോട് നമുക്ക് അത്രയധികം കൂറു ഉണ്ടായിട്ടില്ലെന്നും കൂടി അർത്ഥമുണ്ട്. സമത്വാധിഷ്ഠിത തത്വത്തോട് നമുക്ക് വളരെ അടുപ്പമുണ്ടെങ്കിൽ ഇതൊക്കെ നടന്നുപോയേനെ. ഈ പുരുഷമേധാവിത്വത്തെ മറികടന്ന് പോലും നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ സാധിക്കുന്നില്ല. കാരണം നമ്മളിൽ ഈ സൊസൈറ്റിയുടെ പുരുഷാധിപത്യ സ്വഭാവം അത് മാറാൻ വേണ്ടി പർപ്പസ്ഫുള്ളായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പുരുഷാധിപത്യത്തിന് വളരെ കുറഞ്ഞ കേടേ പറ്റുന്നില്ല. അല്ല, ഞാൻ ചോദിച്ച മറ്റൊരു സംഭവം എന്ന് വെച്ചാല്, ഇപ്പൊ സമാന സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായി. എന്നാൽ അവിടത്തേക്കാൾ വിദ്യാഭ്യാസ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ മുൻപിട്ട് നിൽക്കുന്നത് കേരളമാണ്. അപ്പൊ ഇതൊരു വൈരുദ്ധ്യമല്ലേ? അതെ. അതായത് വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ഈ ഇംപ്രൂവ്മെന്റ് ഇവരുടെ മനോഭാവങ്ങളിൽ ഉണ്ടായിട്ടില്ല, ഈ ജനങ്ങളുടെ മനോഭാവങ്ങളിൽ ഉണ്ടായിട്ടില്ല. അതിന് പ്രധാന കാരണം ഈ ജനാധിപത്യ വിരുദ്ധ ആശയങ്ങളോടുള്ള അതിനോടുള്ള അടിമത്തം തന്നെയാണത് അതിന് ഇതായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് KR ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകാതെ വരുന്നത്? അത് തന്നെ പുരുഷാധിപത്യ സ്വഭാവം കൊണ്ട് തന്നെ. ഇപ്പം തന്നെ ഈ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണമെന്നുള്ള കാര്യം
ഇപ്പോൾ 1/3 കൊടുക്കണ കാര്യത്തിനാണ് ഇത് ബില്ല് വന്നിരിക്കുന്നത്. ഉം. അത് നടപ്പാക്കാനായിട്ട് ഇനിയൊരു സെൻസസിൽ കൂടി കടന്ന് അവിടുത്തെ കാര്യങ്ങൾ അറിയേണ്ട യാതൊരു ആവശ്യമില്ല. സെൻസസ് ഇല്ലാതെ തന്നെ ഈ 3.1% കൊടുക്കുന്നതിന് ഒരു സെൻസസിലൂടെ പരിശോധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത്രമാത്രം നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആ ശ്രമം. അത്രയ്ക്കത് വ്യക്തമാണ്. 50%-ഓളം 50%-ത്തിൽ കൂടുതലോ 50% അതിൽ അല്പമെങ്കിലും കൂടുതലോ ഉള്ള ഒരു ജനസംഖ്യ ഉണ്ടെന്ന് ഫിസിക്കലായിട്ട് തന്നെ ബോധ്യമുള്ള ഒരു സൊസൈറ്റിയിൽ ഈ 1/3 കൊടുക്കുന്നതിന് പോലും ഒന്ന് പരിശോധിച്ച് നോക്കണമെന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല. അതൊരു ചതിയാണ്, അതൊരു കാപട്യമാണ്. അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു ആശയത്തിൻ്റെ ശക്തിയാണ് അവിടെ നമുക്ക് കാണാൻ. അതുപോലെ തന്നെ ഈ ഇല്ലന്റ് എന്ന് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നല്ലോ, ഇല്ലന്റ്. നേരത്തെ കത്തെഴുതാനും പറ്റും. ഇപ്പോൾ അത് നമ്മളെ ഉപേക്ഷിച്ചെന്ന് തന്നെ പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണ്ട് നടന്നു വന്നിരുന്ന പോലെ ഈ മതിലുകളും പൊതു ഇടങ്ങളും ഒക്കെ ഈ പോസ്റ്ററുകൾ പൊട്ടിച്ച് വൃത്തികേടാക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. അതിനൊക്കെ ഈ ആശയപ്രചരണത്തിനൊക്കെ അനവധി മാർഗങ്ങൾ ഇപ്പൊ നിലവിലുണ്ട്. അതുപോലെ തന്നെ പൊതുജീവിതത്തെ ബാധിക്കുന്ന, അവരുടെ സ്വൈരജീവിതത്തെ ബാധിക്കുന്ന വിധത്തിലുള്ള നിരന്തരമായിട്ടുള്ള ഈ ശബ്ദ മലിനീകരണം ഇതോടനുബന്ധിച്ച് അത് നടക്കുന്നുണ്ട്. അപ്പൊ അത് ഈ കൊട്ടിക്കലാശം എന്ന പേരിലേക്ക്, അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം. ഇപ്പൊ വിദേശങ്ങളിലൊക്കെ പലപ്പോഴും ഈ പോസ്റ്ററൊക്കെ ഒട്ടിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട്, അവിടെ പോസ്റ്റർ ഒട്ടിക്കും. അല്ലാതെ പൊതു ഇടങ്ങളൊക്കെ ഇങ്ങനെ വൃത്തികേടാക്കുന്ന ഒരു രീതിയൊന്നുമില്ല. അപ്പൊ അത് ഇന്നും നമ്മള് പരമ്പരാഗതമായി പണ്ടത്തെ, മാത്രമല്ല ഇതിനൊക്കെ ഒരുപാട് ആളുകള് പണമൊക്കെ വേണം. അപ്പൊ അഴിമതിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകളെ കൂട്ടി നിർത്തണമെങ്കിൽ അതിൻ്റെതായ പണം, സാമ്പത്തികം വേണം. അപ്പൊ അതിനൊക്കെ മാറ്റം വരേണ്ടതല്ലേ ഈ കാലത്ത്? അതെ, മാറ്റം വരേണ്ടത്. അതായത് പരിസ്ഥിതി മലിനീകരണത്തിന്റെ ഒരു തലത്തിലേക്ക് നമ്മുടെ ഒരു പ്രവർത്തനവും വളരാൻ അനുവദിച്ചുകൂടാത്തതാണ്. ഇന്ത്യയിലെ പത്ര സ്വാതന്ത്ര്യം 2023 റിപ്പോർട്ട് അനുസരിച്ച് 180 രാജ്യങ്ങളിൽ 161 സ്ഥാനത്തിലേക്ക് ഇന്ത്യ താഴ്ന്നിരിക്കുന്നു എന്നാ പറയുന്നത്. ഏത് കാര്യത്തില്? പത്ര സ്വാതന്ത്ര്യം, ആഗോള പത്ര സ്വാതന്ത്ര്യ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം. അപ്പൊ നമ്മളുടെ ഈ ജനാധിപത്യത്തിന്റെ 4-ാം തൂണാണ് പത്രസംരക്ഷണം എന്നൊക്കെ പത്രങ്ങളുടെ അവകാശങ്ങളും മാധ്യമ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുമ്പോൾ അത് ഇന്ത്യയിൽ വളരെ പരിമിതമായി അവകാശമായി മാറിയിരിക്കുകയാണ്. അപ്പൊ അതേക്കുറിച്ചുള്ള അതിൻ്റെ പ്രധാന കാരണം ഈ ജനാധിപത്യം അനുവദിക്കാൻ ഉള്ള മടി തന്നെയാണ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞാലേ ഈ എല്ലാവരും ജനാധിപത്യം എന്ന് പറയുമ്പോഴും അധികാര വികേന്ദ്രീകരണത്തിന് ഒരാളും തയ്യാറല്ല. അത് ജനാധിപത്യം തീരെ ഇവിടെ ഇല്ലെന്നുള്ളതിൻ്റെ ഒരു പച്ച തെളിവാണ്. ഈ അധികാര വികേന്ദ്രത്തിന് വേണ്ടി ഉണ്ടായിട്ടുള്ള നിയമങ്ങളിലൊക്കെ കൂടുതൽ വെട്ടിക്കുറയ്ക്കലുകൾ നടത്തിക്കൊണ്ട് അധികാര കേന്ദ്രീകരണം നടത്തുന്ന സ്ഥിതിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അതായത് പഞ്ചായത്തിന് ചെയ്യാനുള്ള അധികാരം ചിലതൊക്കെ ഇടയ്ക്കിടയ്ക്ക് സർക്കാർ അങ്ങോട്ട് ഏറ്റു. ഈ പഞ്ചായത്തിന് അധികാരം കൊടുക്കത്തില്ല. ആ സ്റ്റാറ്റ്യൂട്ടിൽ ഉള്ളതാണ്. അവർക്ക് ഈ ലോക്കൽ ഭരണത്തിന് വേണ്ടിയുള്ള അനുവദിച്ചു കൊടുത്ത അതിൻ്റെ അകത്ത് തന്നെ കട്ട് ചെയ്ത് ഇവർ കേന്ദ്രത്തിലേക്ക് വലിക്കും അധികാരങ്ങൾ. ഇതൊക്കെ ജനാധിപത്യത്തോടുള്ള സമീപനം ക്ലിയർ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിമിതമായ ജനാധിപത്യത്തെ പോലും അവർ അല്പം വികസിപ്പിക്കാനുള്ള തുടങ്ങുന്നത് അതിൽ നിന്ന് ചൂഷണം ചെയ്ത് ജനാധിപത്യത്തെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സത്യത്തിൽ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 121 രാജ്യങ്ങളിൽ 107-ാം സ്ഥാനമാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് 2022 കണക്കാണ്. അപ്പൊ ഇത് പാകിസ്ഥാനും താഴെയാണ്. അതെ, അതാണ് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു സംഗതി. പിന്നെ ഏഷ്യൻ രാജ്യങ്ങളിലെ ഇതിന് ഇന്ത്യക്ക് താഴെയായിട്ടുള്ളത് അഫ്ഗാനിസ്ഥാനാണ് മാത്രമാണ് പിന്നിലുള്ളത്. അപ്പൊ ഇത്രയും പട്ടിണി നിൽക്കുന്ന രാജ്യത്ത് ഇപ്പൊ നമ്മുടെ പ്രാദേശികമായി പറയുകയാണെങ്കിൽ ഇപ്പൊ ആയിരക്കണക്കിന് വയലുകളൊക്കെ തരിശായിട്ടിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു മന്ത്രി തന്നെ പറയുന്നത് ഇവിടെയൊന്നും നെൽകൃഷി വേണ്ട, ചെയ്തില്ലേലും ആന്ധ്രയിൽ നിന്ന് അരി വരുമെന്ന് പറയുന്നു. മാത്രമല്ല ഇവരാരും ഈ സ്ഥാനാർത്ഥികളില് ഇവരാരും പറയുന്നില്ല ഞങ്ങള് കൃഷി നല്ല രീതിയിൽ നടപ്പിലാക്കുമെന്നോ അവകാശപ്പെടുന്നില്ല.
അതൊന്നും അവരുടെ ഒരു അജണ്ട ആയിട്ട് വരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും അത്? എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അധികാരം കൈവശപ്പെടുത്തി അധികാരം നിലനിർത്തി സാമ്പത്തിക നേട്ടങ്ങളൊക്കെ തനിക്കും സ്വന്തക്കാർക്കും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യം ഇവർക്കാർക്കും ഇല്ലെന്ന് തോന്നുന്ന അവസ്ഥയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മളെ. ജനാധിപത്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞ ഏകാധിപത്യമാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ജനാധിപത്യത്തിന്റെ മുഖം മൂടി അണിഞ്ഞ ഏകാധിപത്യമാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന ഒരു അഭിപ്രായം ഇപ്പൊ നിലവിലുണ്ട്. അതിനുള്ള സാറിന്റെ ആ അഭിപ്രായം അഭിപ്രായത്തോട് യോജിപ്പാണ്. എന്താണ് അങ്ങനെ ഒരു യോജിക്കാനുള്ള കാരണം? അല്ലെങ്കിൽ അതിന്റെ അത് ഒരു ഏകാധിപത്യപരമായിട്ടുള്ള സമീപനമാണ് ഭരണത്തിലാകെ തുടക്കം മുതലേ ഉള്ളത്. അതൊന്ന്. പിന്നെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം, ഈ ഭരണകക്ഷിയുടെ ഈ പ്രത്യയശാസ്ത്രം വളരെ വ്യക്തമായും നഗ്നമായിട്ടും ഒരു മതാധിഷ്ഠിത ഭരണത്തിൻ്റെ ആശയം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യയശാസ്ത്ര ബേസുള്ള ഒരു പ്രസ്ഥാനത്തിന് ജനാധിപത്യം സൃഷ്ടിക്കാൻ ഉദ്ദേശവും ഉണ്ടാകില്ല, അവർക്ക് സാധ്യവുമല്ല. ഇപ്പൊ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണെന്നും പറയപ്പെടുന്നു. ഇതേക്കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായം? അത് എനിക്കും അങ്ങനെ തന്നെ അത്തരം ഒരു ആശങ്കയാണ് എനിക്കുള്ളത്. അതായത് ഈ ഭരണഘടന വെച്ചുകൊണ്ട് തന്നെ ഭരണഘടനാ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല ആണ് നമുക്കുള്ളത്. അപ്പോൾ ഭരണഘടന പിന്നെ തങ്ങളുടെ ഐഡിയോളജിക്ക് അനുകൂലമല്ലാത്ത ഒരു ഭരണഘടന വെച്ചുകൊണ്ട് തന്നെ ഭരണഘടനാ വിരുദ്ധത പ്രയോഗിക്കാൻ അവർക്ക് താല്പര്യം കൂടുതലാണ്. അവർ അതിന് സന്നദ്ധരാണ്, അവരത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടുള്ള എതിർപ്പുകൾ ഇവിടെ പ്രായോഗികമായി കാണുന്നില്ല. മതത്തെയും ഭരണത്തെയും കൂട്ടിക്കുഴക്കാതെ തന്നെ രണ്ടായി കാണണമെന്ന ആശയമായിരുന്നല്ലോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തൊട്ട്. നവോത്ഥാനത്തിന്റെ കാഴ്ചപ്പാട് പൊതുവെ അതായിരുന്നു. ജനാധിപത്യ രാജ്യങ്ങളും പിന്തുടരുന്നതും അത് തന്നെയാണ്. എന്നാൽ ഇന്ത്യയിൽ മതത്തെയും ജനാധിപത്യത്തെയും കൂട്ടിക്കുഴക്കുന്ന നയമാണ് ഭരണാധികാരികൾ പിന്തുടരുന്നത്. ഇതേക്കുറിച്ചുള്ള സാറിന്റെ ഒരു അഭിപ്രായം? അത് പിന്നെ ഒരു ഔപചാരികമായ പ്രവർത്തനത്തിലൂടെ തന്നെ അത് വീണ്ടെടുക്കാനും അത് വളർത്തിയെടുക്കാനും അത് വികസിപ്പിക്കാനും ഒക്കെ തന്നെയാണ് ഈ ഭരണകക്ഷി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ശങ്ക കൂടാതെ മനസ്സിലാകുന്നുണ്ട്. സാർ ആദ്യമായി വോട്ട് ചെയ്തത് ഏത് ബൂത്തിലായിരുന്നു? തുറവൂർ സ്കൂളിൽ തന്നെ ആയിരുന്നു? തുറവൂർ സ്കൂളിൽ തന്നെ. അന്നത്തെ സ്ഥാനാർത്ഥികൾ ആരെല്ലാമായിരുന്നു? ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഇല്ല. അന്നൊക്കെ ഒരു പെട്ടിക്ക് ഈ ഒരടയാളത്തിന് ഒരു പെട്ടിയാണ്. അങ്ങനെ ആന അടയാളം, പിന്നെ പശുവിൻ്റെ അടയാളം എന്നൊക്കെ ഉള്ളതിന് പശുവിൻ്റെ അടയാളമുള്ള ഒരു പെട്ടി, ആനയുടെ അടയാളമുള്ള ഒരു പെട്ടി. ആ പെട്ടിക്കകത്തേക്ക് ബാലറ്റ് ഇടുകയാണ് ചെയ്യുന്നത്. ഈ ഏപ്രിൽ 26-ാം തീയതി 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അപ്പൊ LDFന്റെ സിറ്റിംഗ് MP ആയ AM ആരിഫ്, UDFന്റെ സ്ഥാനാർത്ഥി KC വേണുഗോപാൽ, NDAയുടെ സ്ഥാനാർത്ഥി ശോഭന സുരേന്ദ്രൻ. ഈ പ്രമുഖ സ്ഥാനാർത്ഥികളിൽ ആർക്കാണ് കൂടുതൽ വിജയ സാധ്യത? വിജയസാധ്യത UDFനോ LDFനോ ആയിരിക്കും. പിന്നെ അതിലാർക്കാണെന്ന് അന്വേഷിക്കണ ഭാഗം
അത് ആ, ഒരു അന്വേഷണത്തിന് വിധേയമായിട്ടേ പറയാനൊക്കെ പറയാൻ